السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തവസ്സുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു നമുക്ക് അനുവദിച്ച് നൽകിയതും അള്ളാഹു നമ്മോട് വിലക്കിയതുമായ തവസ്സുലിൻ്റെ ഇനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അവന് മാത്രം ആരാധനകൾ വകവച്ച് നൽകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആരാധനകൾ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നൽകുക എന്നത് പാടുള്ളതല്ല. ആരാധനയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കാര്യമാണ് അദ്ദുആ, പ്രാർത്ഥന എന്നുള്ളത്. ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സംഭവിച്ച അല്ലെങ്കിൽ സംഭവിക്കുന്ന അപകടങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച തവസ്സുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേർക്ക് നേരെ എൻ്റെ റബ്ബേ, അല്ലാഹുവേ എന്നു പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം എന്നതല്ല, ജായിസ് എന്ന വിധിയല്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. അള്ളാഹു ഒരു കൽപ്പന നടത്തിയാൽ അതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്നത് അത് നിർബന്ധമാണ് എന്നാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നോട് പ്രാർത്ഥിക്കൂ എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നേർക്ക് നേരെ എൻ്റെ റബ്ബേ, അള്ളാഹുവേ എന്ന് നബിമാർ, നമ്മുടെ നേതാക്കന്മാരായ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത്, ഈ ഉമ്മത്തിലെ നല്ലവരായ ഇമാമിങ്ങൾ, അവരൊക്കെ പഠിപ്പിച്ചതുപോലെ കാണിച്ചു തന്നതുപോലെ അള്ളാഹുവിനോട് നേർക്ക് നേരെ ദുആ ചെയ്യുക എന്നുള്ളതാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അനുവദനീയമായ ചില കാര്യങ്ങളാണ് തവസ്സുലുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചത്. അഥവാ തവസ്സുൽ എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ആഗ്രഹത്തോടെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമായി സ്വീകരിക്കുന്നതിനാണ് തവസ്സുൽ, വസീല എന്നൊക്കെ പറയുക. അപ്പൊ അള്ളാഹുവിലേക്ക് എത്താൻ ഒരു വസീല വേണം എന്നാണ് ചില ആളുകൾ വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് എത്താൻ ഒരു വസീല എന്നത് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. നമ്മുടെ ഇബാദത്തുകളുമായിട്ടാണ് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടേണ്ടത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. പിന്നെ ഈ വസീല കൊണ്ട്, ഇടതേട്ടം കൊണ്ട്, മധ്യവർത്തി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് അത് മുഖേന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം.
അത് മുന്നിൽ നിർത്തിക്കൊണ്ട്, അതൊരു വസീലയാണ്. അതുപോലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാം, പ്രാർത്ഥിക്കാം, അതൊരു വസീലയാണ്. അതുപോലെ തന്നെ നല്ല ഒരാളാണ്, സ്വാലിഹായ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്നത് അള്ളാഹുവിലേക്കുള്ള ഒരു വസീലയാണ്. ഈ 3 വസീലകൾ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. പിന്നീട് 4-മതായി പറഞ്ഞ വസീലയാണ് പ്രശ്നം. അതേതാണ്? ഒരാളുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കൽ. അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചതാണ്. അള്ളാഹുവിന് ആ വ്യക്തിയുടെ മേൽ ഹക്കുണ്ട്, അഥവാ ആ വ്യക്തി പറഞ്ഞാൽ നിർബന്ധമായി അള്ളാഹു ചെയ്തു കൊടുക്കണം എന്ന ഒരു ബാധ്യത അള്ളാഹുവിനുണ്ട് എന്നാണ് ഹക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ബാധ്യത അള്ളാഹുവിനില്ല. അതുപോലെ ജാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അയാൾക്ക് സ്ഥാനമുണ്ട്, ആ വ്യക്തിക്ക്, അതാരാവട്ടെ. അതുകൊണ്ട് ആ ജാഹ് മുഖേന അള്ളാഹുവിനോട് ചോദിക്കാം എന്നതും സ്ഥിരപ്പെട്ടതല്ല. പിന്നെ ബറക്കത്താണ്, അനുഗ്രഹം കൊണ്ട് തേടുക എന്നതാണ്. അങ്ങനെ ഒരാൾക്ക് പ്രത്യേകമായി അനുഗ്രഹം നിശ്ചയിക്കുക എന്നത് അള്ളാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഇടതേട്ടം, തവസ്സുൽ പാടില്ല എന്നതാണ്. കാരണം അതിന് യാതൊരു തെളിവും ഖുർആനിലോ സുന്നത്തിലോ ഇല്ല. ഇത് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ടൊരു ചുരുക്കം, രാമുഖം എന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. ഇനി സഹോദരങ്ങളെ, അടുത്ത നമ്മുടെ വിഷയം അൽ ഇസ്തിഗാസയാണ്. അൽ ഇസ്തിഗാസ എന്ന വിഷയം എല്ലാ കാലത്തും, അഥവാ പഴയ കാലത്തും ഈ കാലഘട്ടത്തിലും, നേരത്തെ നമ്മൾ തവസ്സുലിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമാണ്. അൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം ഹിയ തലബുൽ ഗൗസ്, സഹായം ആവശ്യപ്പെടുക, സഹായം തേടുക എന്നതാണ് അതിന്റെ അർത്ഥം. അഥവാ സാധാരണ ഉള്ള ഒരു ദുആ പോലെയല്ല ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ. ദുആഇന്റെ ഭാഗം തന്നെയാണ് ഇസ്തിഗാസ. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, തേട്ടം, സഹായ തേട്ടം, ആവശ്യങ്ങൾ ചോദിക്കുക, ആവലാദികൾ ബോധിപ്പിക്കുക, സഹായം തേടുക, കാവലിനെ ചോദിക്കുക. ഇതൊക്കെ എന്താണ്? മൊത്തത്തിൽ ആമായി ഇതിനൊക്കെ ദുആ എന്ന് പറയും. അതിന്റെ ഇനങ്ങളാണ് ഇസ്തിഗാസയും ഇസ്തിആനത്തും ഒക്കെ. മൊത്തത്തിൽ പ്രാർത്ഥന എന്ന് പറയും അള്ളാഹുവിനോട്, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയും. അതിന്റെ ഇനങ്ങളാണ് ഈ പറഞ്ഞ അൽ ഇസ്തിഗാസ. ഇതിന്റെ ഭാഷാർത്ഥം സഹായതേട്ടം എന്നാണ്. എന്നാൽ ഇസ്തിഗാസ എന്നത് സാധാരണ സഹായതേട്ടമല്ല. ഒരു പ്രയാസമുണ്ടായാൽ, കടുത്ത ഒരു പ്രയാസം വരുമ്പോൾ, ഒരാൾക്ക് അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ട് ബാധിച്ചു, അയാൾ കുടുങ്ങിയ സന്ദർഭത്തിൽ വിളിച്ചു തേടുന്ന തേട്ടത്തിനാണ് അൽ ഇസ്തിഗാസ എന്ന് പറയുക. അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ഇനമാണ് അൽ ഇസ്തിആന. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ തലബുൽ ഔൻ, അതും സഹായതേട്ടം തന്നെയാണ്. പക്ഷെ അത് സാധാരണ സഹായതേട്ടമാണ്. അതുപോലെ തന്നെയാണ് അൽ ഇസ്തിആദ. ഇതൊക്കെ ചെറിയ ചെറിയ അക്ഷരങ്ങളെ വ്യത്യാസമുള്ളൂ. അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ ശരണം തേടുക, കാവലിനെ ചോദിക്കുക എന്നാണ് അർത്ഥം. അഊദു നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ ദുആഇന്റെ വ്യത്യസ്ത ഇനങ്ങളാണ്. മൊത്തത്തിൽ ഇതിനൊക്കെ എന്ത് പറയും? ദുആ എന്ന് പറയും. ഇതൊക്കെ പ്രാർത്ഥനയാണ്. പക്ഷേ അതിന്റെ ഇനങ്ങൾ എടുത്ത് ഓരോന്നും സൂക്ഷ്മമായി അർത്ഥം പറയുമ്പോൾ അതിന് അതിൻ്റെതായ സന്ദർഭത്തിൽ അർത്ഥം മാറി വരും. ഏതുപോലെ അത്യാസന്ന ഘട്ടത്തിലുള്ള സഹായതേട്ടത്തിനാണ് എന്ത് പറയുക? അൽ ഇസ്തിഗാസ എന്ന് പറയുക. സാധാരണഗതിയിൽ സഹായം തേടുക എന്നുള്ളതിനാണ് എന്ത് പറയുക?
ഇസ്തിആനത്ത് എന്ന് പറയുക. കാവലിനെ ചോദിക്കുക, എനിക്ക് കാവൽ തരണേ, അഭയം തരണേ എന്ന് ചോദിക്കുന്നതിനാണ് എന്ത് പറയാ? അൽ ഇസ്തിആദ എന്ന് പറയുക. അപ്പൊ അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു പ്രയാസഘട്ടത്തിലുള്ള സഹായതേട്ടത്തിനാണ് അത് പറയുക. പരിശുദ്ധ ഖുർആനിൽ രണ്ട് തരത്തിൽ, രണ്ട് രൂപത്തിൽ ഈ പദങ്ങൾ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗാസ ചെയ്തതാണ്. ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും, ബദർ നമുക്കറിയാം അതിന്റെ ചരിത്രം, കടുത്ത പരീക്ഷണമായിരുന്നു, അത് കടുത്ത പ്രയാസമായിരുന്നു. അങ്ങേയറ്റം ആപൽ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സൂറത്തുൽ അൻഫാലിന്റെ 9-ാമത്തെ അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞു, ഇദ് തസ്തഗീഥൂന റബ്ബക്കും, ഇദ് തസ്തഗീഥൂന റബ്ബക്കും. ഏതാ വാക്ക്? അൽ ഇസ്തിഗാസ എന്ന വാക്കാണത്. ഇദ് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ആരാണ് ഈ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും, അഥവാ ബദരീങ്ങൾ. ബദരീങ്ങളായ മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചാണ് അള്ളാഹു ഇത് പറയുന്നത്. അവർ അത്യാസന്ന ഘട്ടത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്തു. ഫസ്തജാബ ലക്കും, ഇപ്പോൾ അള്ളാഹു പറയുകയാണ്, ആ സന്ദർഭത്തിൽ നാം നിങ്ങൾക്ക് ഉത്തരം നൽകുകയുണ്ടായി. എങ്ങനെയാണ് അള്ളാഹു ഉത്തരം നൽകിയത്? അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെയായി ആയിരക്കണക്കിന് മലക്കുകളെ ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറക്കിക്കൊണ്ട് അള്ളാഹു അവർക്ക് സഹായം നൽകി. ആയത്തിന്റെ തഫ്സീറിൽ, അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, സഹാബത്ത് അവരിൽ ചിലർ പറഞ്ഞതായി കാണാം, അവർ വാളുകൊണ്ട് വെട്ടാൻ ഓങ്ങുമ്പോഴേക്ക് ശത്രു 2 കഷ്ണമായി മാറിയിട്ടുണ്ടാകും. ആ രൂപത്തിൽ അള്ളാഹു അവരെ സഹായിച്ചു. ആയിരക്കണക്കിന് മലക്കുകൾ ബദറിന്റെ ആ ഭൂമിയിലേക്ക് ഇറങ്ങുകയുണ്ടായി. അതിനാസ്പദമാക്കിയ സംഭവം എന്താണ്? കാരണം എന്താണ്? അവർ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്തു. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ ഇസ്തിഗാസ. അഥവാ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ആപൽ ഘട്ടത്തിൽ, അത്യാസന്ന ഘട്ടത്തിൽ, അതല്ല ഏത് സമയത്തും അള്ളാഹുവിനോട് മാത്രമാണ് അവൻ സഹായതേട്ടം നടത്തേണ്ടത്. റബ്ബിനോട് ചോദിക്കേണ്ടതായ ചോദ്യം ഒരിക്കലും ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പാടില്ല. അതാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്കുള്ള ഒന്നാമത്തെ മാതൃക. ഇത് സൂറത്തുൽ അൻഫാലിലെ 9-ാമത്തെ ആയത്താണിത്. ഈ ഇസ്തിഗാസ എന്നത് ഇബാദത്തിന്റെ ഇനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് പോലെ അത്യാസന്ന ഘട്ടത്തിൽ, ആപൽ ഘട്ടത്തിൽ ഒരു പടപ്പിനോടും ചോദിക്കാൻ പാടില്ല. കാരണം അള്ളാഹു ഇവിടെ നിങ്ങൾ ദുആ ചെയ്തപ്പോൾ എന്നല്ല പറഞ്ഞത്, പിന്നെയോ നിങ്ങൾ ഇസ്തിഗാസ ചെയ്തപ്പോൾ എന്നാണ് പറഞ്ഞത്. ഈ ആയത്തിൽ വ്യക്തമാണ്, ഒരു ആപൽ ഘട്ടമുണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ അള്ളാഹുവിനോടാണ് ഇസ്തിഗാസ ചെയ്യേണ്ടത്. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ നാടുകളിൽ സംവാദങ്ങൾ നടക്കാറ് എന്തിനു വേണ്ടിയിട്ടാണ്? ആപൽ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാനാണ്. ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാം എന്നൊരു വിഭാഗം വാദിക്കും, അല്ലാത്ത മറ്റൊരു വിഭാഗം പാടില്ല എന്നും വാദിക്കും. ഇതിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആപൽ ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രമേ തേടാവൂ എന്ന് പറയുന്നതാണോ ശരി? അതല്ല അള്ളാഹു അല്ലാത്തവരോടും തേടാം എന്നതാണോ ശരി? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ഇസ്തിഗാസ ചെയ്യാം എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മറ്റു എല്ലാവരോടും ഇസ്തിഗാസ ചെയ്യണമായിരുന്നു. മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് മഹാന്മാരുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ഒരുപാട് നബിമാരുണ്ട്. ഒരൊറ്റ നബിമാരെയും അവർ വിളിച്ചില്ല. വേണ്ട, ബദരീങ്ങളായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചില്ല.
മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അടക്കം നമുക്കറിയാം, ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ തലേ രാത്രി അവിടുത്തെ ഇരു കൈകളും ഉയർത്തി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കൈകളും ഉയർത്തി അവിടുത്തെ കക്ഷത്തിന്റെ വെളുപ്പ് കാണുമാറ്, അവിടുത്തെ മേൽത്തട്ടം ഊരി താഴേക്ക് വീഴുമാറ് അവിടുന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അവിടുത്തെ മേൽത്തട്ടം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശരീരത്തിലേക്ക് വെച്ചുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മതി നബിയെ, അള്ളാഹുവിനോട് അങ്ങ് ചോദിച്ചത് മതി, അങ്ങ് അള്ളാഹുവിനോട് ചോദിച്ചത് മതി. കാരണം അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങേക്ക് വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇസ്തിഗാസയുടെ ഒന്നാമത്തെ ഇനം ഇതാണ്, അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യുക എന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലുടനീളം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ദുആ എന്ന പരിധിയിൽ വരുന്ന എല്ലാ തേട്ടവും, എല്ലാ സഹായ തേട്ടവും, എല്ലാ അത്യാസന്ന ഘട്ടത്തിലുള്ള തേട്ടവും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതിന് ഈ ആയത്ത് തെളിവാണ്. രണ്ടാമതൊരു ഇനം പരിശുദ്ധ ഖുർആനിൽ ഉള്ളത്, ഇതേപോലെ ഇസ്തിഗാസ എന്ന വാക്ക് പ്രയോഗിച്ചത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഖസസിലാണ്. അള്ളാഹു പറഞ്ഞു, വദഖലൽ മദീനത അലാ ഹീനി ഗഫ്ലത്തിൻ മിൻ അഹ്ലിഹാ. ആ നാട്ടുകാർ അവർ അശ്രദ്ധയിലായിരിക്കുന്ന ഒരു സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഗ്രാമത്തിലേക്ക്, അവിടേക്ക് കടന്നു വന്നു. ഫവജദ ഫീഹാ റജുലൈനി യഖ്തതിലാനി. അപ്പോൾ അവിടുന്ന് കാണുകയാണ്, രണ്ട് വ്യക്തികൾ പരസ്പരം തല്ലുകൂടുന്നു, പോരടിക്കുന്നു. ഹാദാ മിൻ ശിഅതിഹി വഹാദാ മിൻ അദുവി. ഒരാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളാണ്, അഥവാ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ആളാണ്. മറ്റേയാൾ ശത്രുപക്ഷത്തുള്ള ആളുമാണ്. ഫസ്തഗാസഹു അല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി. ഈ ശത്രുപക്ഷത്തുള്ള ആൾക്കെതിരിൽ മൂസാ നബിയുടെ പക്ഷത്തുള്ള ആൾ മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്തു എന്നാണ് ഈ ആയത്തിലുള്ളത്. ഫവകസഹു മൂസ ഫഖളാ അലൈഹി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ ശത്രുപക്ഷത്തുള്ള ആളെ പിടിച്ച് ഒരു ഇടി കൊടുത്തു, അയാളുടെ കഥ കഴിഞ്ഞു. ഖാല, അദ്ദേഹം ആ സമയത്ത് പറയുകയാണ്, ഹാദാ മിൻ അമലി ശൈത്താൻ. ഇത് ഷെയ്ത്താന്റെ പ്രവൃത്തിയാണ്. കാരണം അദ്ദേഹം കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഒരു ഇടി കൊടുത്തപ്പോൾ അയാൾ മരിച്ചുപോയി എന്നാണ്. ഇന്നഹു അദുവ്വുൻ മുദില്ലും മുബീൻ. തീർച്ചയായും പിശാച് ശത്രുവാണ്, വഴിപേഴ്പ്പിക്കുന്നവനാണ്, വ്യക്തമായി വഴികേടിലാക്കുന്നവനുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി അള്ളാഹു പറയുകയാണ്. ഈ ആയത്തിൽ വന്ന ഫസ്തഗാസഹു അല്ലദീ, ഈ ആൾ ഇസ്തിഗാസ ചെയ്തു എന്ന് പറഞ്ഞ ആ ഭാഗം, ഇതൊരു സഹായതേട്ടമാണ്. ഈ സഹായതേട്ടം എന്നത് നേരിട്ട് മുന്നിലുള്ള, സഹായിക്കാൻ കഴിവുള്ള, തന്റെ ശബ്ദം കേൾക്കുന്ന, തന്റെ വിളി കേൾക്കുന്ന ഒരാളുടെ വിളിയാണ് ഈ പറഞ്ഞ ഇസ്തിഗാസ. ഇത് സൃഷ്ടികളോടുള്ള സഹായതേട്ടത്തിൽപ്പെട്ട ഒരു ഇനമാണ്. സൃഷ്ടികളോട് സഹായതേട്ടം അവരുടെ പരിധിയിലുള്ള, അഥവാ ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന അയാളുടെ പരിധിയിലുള്ള സഹായതേട്ടം, അനുവദനീയമായ സഹായതേട്ടം നമുക്ക് എന്താണ് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു തേട്ടമാണിത്. ഒരാൾ ആപൽഘട്ടത്തിൽ, അത്യാസന്ന ഘട്ടത്തിൽ ഒരാൾ ഉപദ്രവിക്കാൻ വരികയാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നൊരാളോട് പറയൽ എന്താണ്? അനുവദനീയമാണ്. തൊട്ടു മുന്നിലുള്ള, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന, എന്നെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് ബോധ്യമുള്ള ഒരാളോട് എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ എന്നു പറഞ്ഞ ഒരു രൂപമാണിത്. ഇത് അനുവദനീയമാണ്. ഈ രണ്ട് രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ കാണാം. ഇതിൽ ആദ്യം പറഞ്ഞത്, സഹോദരങ്ങളെ,
സഹായതേട്ടം, അത്യാസന്ന ഘട്ടത്തിലുള്ള വിജയം ചോദിക്കൽ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമുള്ള വിജയം അത് ചോദിക്കൽ, അതുമായി ബന്ധപ്പെട്ട തേട്ടമാണ്. അതൊരിക്കലും ഒരു സൃഷ്ടിയോട് ചോദിക്കാൻ പാടുള്ളതല്ല. കാരണം വിജയം തരേണ്ടതും ഇതുപോലെയുള്ള സന്ദർഭത്തിൽ സഹായം നൽകേണ്ടതും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞത് എന്താണ്? സാധാരണ അള്ളാഹു അനുവദിച്ച ഒരു രൂപമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം സഹായതേട്ടങ്ങൾ നടത്തുന്നത്. ഒന്നെടുത്തു തരൂ, ഒന്ന് വാങ്ങിത്തരൂ, അല്ലെങ്കിൽ അതൊന്ന് എടുക്കൂ, എന്നെ ഒന്ന് പിടിക്കൂ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വതആവനൂ അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ തഖ്വയിലും പുണ്യത്തിലും പരസ്പരം സഹായിക്കുക. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലും തിന്മയിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള നന്മയിൽ സഹായിക്കുക എന്നതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞത്. ശത്രുക്കൾക്കെതിരിൽ, അതുപോലെയുള്ള ഉപദ്രവങ്ങൾക്കെതിരിൽ ഒരാളോട് സഹായം ചോദിക്കുക എന്നത് അനുവദനീയമാണ്. സഹോദരങ്ങളെ, ഈ രണ്ട് ഇനങ്ങൾ നമുക്ക് കാണാം. ഈ രണ്ട് ഇനങ്ങളിൽ ഒന്നാമത് പറഞ്ഞ ഇനം, അതും രണ്ടാമത് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ആളുകൾ അറിഞ്ഞും അറിയാതെയും അബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. അഥവാ ആദ്യം പറഞ്ഞത് ഇബാദത്താകുന്ന അള്ളാഹുവിനോട് മാത്രം തേടേണ്ട ഇസ്തിഗാസയെ പറ്റിയിട്ടാണ്. ഇവിടെ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ, നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം സഹായിക്കാൻ കഴിയും എന്നുറപ്പുള്ള, നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യകാരണ ബന്ധമുള്ള ഒരാളോട് സഹായം ചോദിക്കുന്നതിലേ അർത്ഥമുള്ളൂ. ഈ വിഷയം പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് എങ്ങനെയാണ്? ഇസ്തിഗാസ അല്ലാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആയത്ത് കൊണ്ടുവരും. മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്തില്ലേ? മൂസാ നബിയോട് അലൈഹിസ്സലാം ആ വ്യക്തി ഇസ്തിഗാസ ചെയ്തത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യമാണോ? അത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെയുള്ള തേട്ടമാണോ? അല്ല, മറിച്ച് അത് സാധാരണ സംഭവിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നെ ഒന്ന് രക്ഷിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് മുന്നിലുള്ള ഒരാളോട് ചോദിക്കൽ അനുവദനീയമാണ്. ആ വിഷയത്തിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്ന, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ ഏതാണ്? ഒരാൾക്ക് രോഗം വന്നു, ഒരാൾക്ക് ജോലിയില്ല, ഒരാൾക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ട്, ഒരാൾക്ക് വിവാഹം നടക്കുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്, ഒരാവശ്യം, ഇത് അള്ളാഹു അനുവദിച്ച മേഖലകളിൽ ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും. അതല്ലെങ്കിൽ മഖ്ബറകളിൽ കിടക്കുന്ന മഹാന്മാരാണെന്ന് പറയുന്ന ആളുകളോട് പോയി ചോദിക്കും. ഇതാണ് തെറ്റാണ് എന്ന് പറയുന്നത്. ഇത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്, അത് ശരിയല്ല എന്നാണ് ഖുർആനിന്റെ സുന്നത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത്, പണ്ഡിതന്മാർ പറഞ്ഞു തന്നത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, ഇതുപോലെയുള്ള എല്ലാ സഹായ തേട്ടങ്ങളും പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതാണ്. ആ പ്രാർത്ഥന ഇബാദത്താണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഇബാദത്താണ്. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അംഗീകരിക്കും, ശരിയാണ്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. മഹാന്മാരോട് നമ്മൾ ചെയ്യുന്നത് ഇസ്തിഗാസയാണ് എന്ന് പറയും, ശരി. എന്നാൽ പ്രാർത്ഥനയും ഇസ്തിഗാസയും ഒന്ന് വേർതിരിച്ചു പറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. ഒരാൾക്ക് രോഗം മാറണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, മുഹീദ്ദീൻ ഷെയ്ഖിനോട് ഇസ്തിഗാസ ചെയ്യണം. അപ്പൊ അയാൾ പ്രാർത്ഥിക്കും, അള്ളാഹുവേ എനിക്ക് എന്റെ രോഗം മാറ്റിത്തരണേ. ഇത് പ്രാർത്ഥനയാണ്, സംശയമില്ല. അതേപോലെ മുഹീദ്ദീൻ ഷെയ്ഖിനോടൊന്ന് ഇസ്തിഗാസ ചെയ്യൂ എന്ന് പറഞ്ഞാലോ, മുഹീദ്ദീൻ ഷെയ്ഖെ എന്റെ രോഗം മാറ്റിത്തരണേ.
യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഈ പറഞ്ഞ ഇസ്തിഗാസ അത് പ്രാർത്ഥന തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുന്നു, അങ്ങനൊക്കെ തേടാറുണ്ടോ എന്ന് ചിലപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും. നമ്മുടെ നാടുകളിൽ പാടി പറയാറുള്ള, ചൊല്ലി പറയാറുള്ള മൗലിദിന്റെ കിതാബുകളിലുള്ള ചില വരികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. റബീഉൽ അവ്വൽ മാസത്തിൽ വളരെ ഭക്തിയോടെ ബഹുമാനത്തോടെ പാരായണം ചെയ്യുന്ന വരികളാണിത്. മങ്കൂസ് മൗലിദ് എന്ന മൗലിദിന്റെ കിതാബിൽ നമുക്ക് കാണാം, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് ഈ വരിയുടെ അർത്ഥം? എന്താണ് ഈ വരികളുടെ അർത്ഥം? എന്താണ്? ഇർതകബ്തു, ഇർതകബ എന്ന് പറഞ്ഞാൽ കയറി എന്നാണ്. ഇർതകബ്തു, ഞാൻ കയറിയിരിക്കുന്നു, അലൽ ഖതാ, പാപമെന്ന വാഹനത്തിൽ, ഗൈറ ഹസ്റിൻ വഅദദ്, എണ്ണവും കണക്കുമില്ലാത്ത രൂപത്തിൽ. അഥവാ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ എണ്ണവും കണക്കുമില്ലാതെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ വരി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? സാധാരണ ഇത് നമ്മൾ ആരോടാണ് ചോദിക്കുക? ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന് നമ്മൾ ആരോടാണ് ഏറ്റു പറയുക? സാധാരണ ഒരു മുസ്ലിം ആരോടാണ് പറയുക? അള്ളാഹുവിനോടാണ് പറയുക. എന്നാൽ ഈ വരികളിൽ എന്താണുള്ളത്? ലക അശ്കൂ ഫീഹി, ലക അശ്കൂ ഫീഹി, ലക താങ്കളോട്, അശ്കൂ ഞാനിതാ ആവലാതി ബോധിപ്പിക്കുന്നു, ഫീഹി ആ വിഷയത്തിൽ, യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എന്റെ നേതാവായ അള്ളാഹുവിന്റെ റസൂലേ. ഇതേ കാര്യമാണ്, ഇതേ സംഗതിയാണ് നമ്മൾ ആരോട് ചോദിക്കുന്നത്? അള്ളാഹുവിനോട് ചോദിക്കുന്ന, അള്ളാഹുവേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ. അല്ലാഹുവേ ഞാൻ എന്റെ സ്വന്തത്തോട് ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തു പോയിരിക്കുന്നു. ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക്. അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് നീ പാപമോചനം കൊണ്ട് നീ എനിക്ക് പുറത്തു നൽകണേ, നീ എനിക്ക് പാപമോചനം നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇമ്രാനിൽ പറഞ്ഞിരിക്കുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്തു പോയ ആളുകൾ, അഥവാ ധാരാളമായി തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ, അവർ അള്ളാഹുവിനെ ഓർത്തു, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ പാപങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു ചോദിക്കുന്നു പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട്? ഇതൊക്കെ ഖുർആനിൽ കാണുന്നതാണ്. ധാരാളം ആയത്തുകൾ കാണാം. ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണെന്ത്? മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ത്? ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എന്നാൽ ഈ വരികളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നബിയെ, അങ്ങയോടാണ് എനിക്ക് ആവലാതി ബോധിപ്പിക്കാനുള്ളത് എന്ന് പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഇസ്തിഗാസയാണ്. ഇത് പ്രാർത്ഥനയാണ്. ഇത് ശിർക്കാണ്. ഇത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ശിർക്കാണിത്. പല ആളുകളും ഈ വരികളെ ന്യായീകരിക്കാറുണ്ട്. അതങ്ങനെയല്ല, ഇങ്ങനെയല്ല, അത് വേറെ രൂപത്തിലാണ്. സഹോദരങ്ങളെ, ഒരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത രൂപത്തിലാണ് ഇതിലെ വരികൾ ഉള്ളത്. നിങ്ങൾ നോക്കൂ, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹ്ലനാ ഇൻ ളാഅ യാ സയ്യിദി ഖൈറൻ നബി. ഖിയാമത്ത് നാളിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ നബിയെ, അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾ ഇതാ ചോദിക്കുന്നു. അങ്ങ് നമുക്കത് നൽകിയില്ലെങ്കിൽ
നമ്മൾ പ്രയാസത്തിലായി പോകും, കഷ്ടപ്പെട്ടു പോകും. നേതാക്കളിൽ എന്റെ നേതാവായ നബിമാരിൽ ഉത്തമരായ നബിയെ, വീണ്ടും അതാ പാടുന്നു, യാ സയ്യിദി സാദാതി ജിഅ്തുക ഖാസിദ. നേതാക്കന്മാരിൽ നേതാവായ അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. അർജു ഹിമാക, താങ്കളുടെ സംരക്ഷണമാണ് എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഫലാ തുഖയ്യിബ് മഖ്സദി, എന്റെ ഉദ്ദേശത്തെ, ലക്ഷ്യത്തെ താങ്കൾ നിരാകരിച്ചു കളയരുതേ. എത്ര വരികൾ ഇതുപോലെ ഉണ്ടെന്നറിയുമോ സഹോദരങ്ങളെ? ഇനി ഇതിനേക്കാൾ കടുത്ത വരികൾ നമുക്ക് കേൾക്കാം. മറ്റൊരു മൗലിദിന്റെ കിതാബുണ്ട്, ഷറഫൽ അനാം എന്ന് പറയുന്ന മൗലിദ് കിതാബ്. പേരെടുത്ത് പറയുന്നതാണ്, പരിശോധിക്കാനാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാം. അതിൽ പറയുകയാണ്, അബ്ദുക്കൽ മിസ്കീനു യർജു. അബ്ദുക്കൽ മിസ്കീനു യർജു. എന്താണ് അബ്ദ് എന്ന് പറഞ്ഞാൽ? അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമ എന്നാണ് അർത്ഥം. മിസ്കീൻ എന്ന് പറഞ്ഞാൽ സാധു. സാധുവായ അങ്ങയുടെ അടിമ ഇതാ അങ്ങയിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നു. ഫദ്ലകൽ ജമ്മൽ ഗഫീർ, ഒരുപാട് ധാരാളം അങ്ങയുടെ ഔദാര്യവും പാപമോചനവും അങ്ങയുടെ കരുണ കടാക്ഷവും ഒക്കെ നബിയെ അങ്ങയുടെ സാധുവായ ഈ അടിമ ഇതാ ലക്ഷ്യം വെച്ചു അങ്ങയിലേക്ക് വന്നിരിക്കുന്നു, പ്രതീക്ഷിച്ചു വന്നിരിക്കുന്നു. അപ്പൊ ഈ വരി പറഞ്ഞാൽ പറയും, ഇത് അള്ളാഹുവിനോടല്ലേ, ഇത് റസൂലിനോടാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞത്, അത് നിങ്ങളെ വകയല്ലേ എന്ന് ചില ആളുകൾ പറയാറുള്ളൂ. തൊട്ടു താഴെ അതിന്റെ കൂടെ തന്നെ ഉള്ള വരി വീണ്ടും വായിക്കാം. ഫീക ഖദ് അഹ്സൻതു ദന്നി, ഓ നബിയെ താങ്കളുടെ കാര്യത്തിലുള്ള എന്റെ വിചാരം അത് ഞാനിതാ നന്നാക്കിയിരിക്കുന്നു. ഇത് നബിയോടാണ് നിങ്ങൾക്ക് എന്താ ഉറപ്പ് എന്ന് ചോദിക്കൂ. അടുത്ത വരി ഇതാ, യാ ബഷീറു യാ നദീറു, ബഷീറും നദീറുമായവരെ. ആര ബഷീറും നദീറും? ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. അല്ലാഹു പറഞ്ഞില്ലേ, നബിയെ താങ്കളെ നാം ഉമ്മത്തിന് സാക്ഷിയായിക്കൊണ്ടും ബഷീറായിക്കൊണ്ടും നദീറായിക്കൊണ്ടുമാണ് അയച്ചിട്ടുള്ളത്. ബഷീറും നദീറും അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവർ, നരകത്തെ തൊട്ട് മുന്നറിയിപ്പ് നൽകുന്നവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് അവിടുത്തെ അടിമയാണ് ഞാൻ എന്നുകൂടി ഒരാൾ പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ അറിഞ്ഞും അറിയാതെയും പല ആളുകളും ചൊല്ലുന്നത്. നിങ്ങൾ നോക്കൂ, ഇതൊന്നും പ്രാർത്ഥന അല്ലെങ്കിൽ, ഇതൊന്നും ദുആ അല്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ ദുആ ഉണ്ടോ? ഇത് ദുആ അല്ല എങ്കിൽ ഇത് ഇസ്തിഗാസ മാത്രമാണ്, ഇത് കേവലം ഒരു തേട്ടം മാത്രമാണ്, ഇത് ദുആയേ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ദുനിയാവിൽ ദുആ ഉണ്ടോ? പിന്നെ ഏതാ ദുആ? പിന്നെ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ? ഇനി നിങ്ങൾ നോക്കുക, ശേഷം അതിന്റെ ബാക്കി കാണാം. ഫഅഗിസ്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി. ഫഅഗിസ്നി ഇസ്തിഗാസ, നബിയേ അങ്ങ് എന്നെ സഹായിക്കണേ. വഅജിർനി, എന്നെ അങ്ങ് കാത്തുരക്ഷിക്കണേ. യാ മുജീറു മിനസ് സഈരി, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന നബിയേ. യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി, എന്റെ സഹായമേ, എന്റെ അവലംബമേ, എനിക്ക് ആവലാതി ബോധിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ റസൂലെ, എനിക്കെല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ വിഷമഘട്ടങ്ങളിൽ നിന്നും എനിക്ക് സഹായവും അവലംബവും എന്നെ രക്ഷപ്പെടുത്തുന്നതുമായ അള്ളാഹുവിന്റെ റസൂലെ എന്നിങ്ങനെ പിന്നെ അങ്ങനെ വിളിച്ചു പോവാൻ. സഹോദരങ്ങളെ നോക്കൂ, എത്ര ഗുരുതരമായ അപകടമാണെന്ന് നോക്കൂ നിങ്ങൾ. ഇനി ഇതാ ബുർദയിലെ ബൂസൂരിയിലെ ബുർദ, ആ ബുർദയിൽ കാണാം, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. യാ അക്രമൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായവരെ, യാതൊരു തർക്കമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഉത്കൃഷ്ടനാണ്, അഷ്റഫുൽ ഖൽഖാൻ, ഒരു സംശയമില്ല. ശേഷം പറയുന്നത് എന്താണ്? മാലി മൻ അലൂദു ബിഹി സിവാക, അങ്ങയല്ലാത്ത ആരാണുള്ളത് എനിക്ക്. ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി,
നശിപ്പിച്ചു കളയുന്ന, പൊടുന്നനെ വന്ന് ഭവിക്കുന്ന മുസീബത്തിന്റെ കാര്യത്തിൽ, പ്രയാസത്തിന്റെ കാര്യത്തിൽ എനിക്ക് അവലംബമായി എന്നെ സഹായിക്കാൻ, എനിക്ക് ആവലാതി ബോധിപ്പിക്കാൻ ആരാണുള്ളത് അങ്ങയല്ലാതെ? ഇങ്ങനെ സഹോദരങ്ങളെ ഒരുപാട് തേട്ടങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെ ഇസ്തിഗാസ എന്ന പേരിലാണ് നടത്തുന്നത്. ഈ ഇസ്തിഗാസ നിങ്ങൾ നോക്കൂ, ഇതൊക്കെ നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഇതും നേരത്തെ നമ്മൾ കേട്ടതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതും ഒരുപോലെയാണോ? ഒരിക്കലും ഒരുപോലെയല്ല. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നത്, ഒരാളോട് പൈസ കടം ചോദിക്കുന്നത്, ഇതൊക്കെയാണ് ആളുകൾ, ഉസ്താദുമാർ ഉദാഹരണം പറയാറുള്ളത്. ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സിക്കുന്നത്, ഇതൊക്കെ ഈ പറഞ്ഞതുപോലെയാണോ? എന്റെ പാപം പുറത്തു തരണേ, എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ, എന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ, എനിക്ക് ആവലാതി ബോധിപ്പിക്കാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല. ഈ പറച്ചിലും ഈ തേട്ടവും ഈ ഇസ്തിഗാസയും ഒരാളോട്, നേർക്കുനേരെയുള്ള ഒരാളോട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുന്നതും സഹോദരങ്ങൾ ഒരുപോലെയാണോ? ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും ഇത് രണ്ടും ഒരുപോലെയാണ് എന്ന് പറയുകയില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതുകൊണ്ടാണ് ഈ വിഷയത്തിൽ തർക്കം വരാനുള്ള കാരണം. ഇസ്തിഗാസ എന്നത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം നടത്തുന്ന പ്രാർത്ഥനയുടെ ഒരു ഇനം മാത്രമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനോട് തേടേണ്ട തേട്ടം, സഹായ തേട്ടം, ചോദ്യം അള്ളാഹു അല്ലാത്ത ഒരാളോടും ചോദിക്കരുത്. ഇനി നിങ്ങൾ നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹയ്യാണ്, അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വരുമ്പോൾ കാണുന്നു, അദ്ദേഹത്തോട് സഹായം ചോദിക്കുന്നു, അദ്ദേഹം സഹായിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വന്നിട്ട് പല കാര്യങ്ങളും പറയാറുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സഹാബി വന്നു, ഒരു അറാബി വന്നു, നബിയേ ഇതാ വരൾച്ച കൊണ്ട് നശിച്ചു പോയിരിക്കുന്നു, ആകെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞു. അത് സഹായതേട്ടമാണ്. പക്ഷെ അത് ഏത് സഹായതേട്ടമാണ്? അതൊരു സാലിഹായ മനുഷ്യനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുക എന്ന അനുവദനീയമായ സഹായതേട്ടമാണ്. എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരട്ടെ മഴ എന്ന് പറഞ്ഞില്ല. കാരണം മഴ അത് അള്ളാഹു നൽകേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദുഉല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സഹായം ചോദിച്ചു. മൂസാ നബിക്ക് സഹായിക്കാൻ കഴിവുള്ളത് കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? അയാളെ പിടിച്ചു, ഒരു ഇടി വെച്ചു കൊടുത്തു. ഒന്നെന്താണ്? ഒരു കാര്യകാരണ ബന്ധമുണ്ട്. മറ്റേതോ അള്ളാഹുവിന് മാത്രം കഴിവുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സഹാബത്ത് വന്ന് ചോദിച്ച ഏത് കാര്യവും നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എന്നെ സ്വർഗത്തിലാക്കാൻ പ്രാർത്ഥിക്കണം, എന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരുപാട് സഹായതേട്ടങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സഹാബത്ത് വന്ന് ചോദിച്ചത് കാണാം. അത് നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അനുവദനീയമായ ഒരു തവസ്സുലിന്റെ രീതിയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇനം സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നല്ല സ്വാലിഹായ മനുഷ്യനാണെന്ന് മനസ്സിലാവുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നേതൃത്വം വഹിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും പറഞ്ഞു. മഴയ്ക്ക് വേണ്ടി വരൾച്ചയുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നപ്പോൾ നബിയോട് തേടാറുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ടായിരുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ശരിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പോകും, എന്നിട്ട് പറയും നബിയെ പ്രാർത്ഥിക്കണം, നബിയെ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം, ഇങ്ങനെ ചോദിക്കണം, ഇതാണ് അവസ്ഥ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയും പോയിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹു അവർക്ക് ഉത്തരം നൽകും. എന്നാൽ വഫാത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു.
ആ കാര്യമാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിനോട് അദ്ദേഹം കൂടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതൊരു ഇഷ്കാലായി, ഒരു സംശയമായി ചില സഹോദരങ്ങൾ ചോദിച്ചിരുന്നു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി നമ്മൾ ചോദിക്കുന്ന ഘട്ടത്തിൽ മഴ തന്നിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അപ്പോൾ അള്ളാഹു മഴ നൽകിയിരുന്നു. എന്നാൽ നബിയുടെ വഫാത്തിന് ശേഷം ഇപ്പോൾ ഇതാ അവിടുത്തെ അമ്മിനെ അഥവാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവെ അതിന് ഉത്തരം നൽകണേ, നീ ഞങ്ങൾക്ക് മഴ നൽകണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്തായി? അവിടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കുകയും നിസ്കാരം നിർവഹിക്കുകയും അവർക്ക് മഴ ലഭിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യാമായിരുന്നെങ്കിൽ ഉമർ റളിയല്ലാഹു എന്തു ചെയ്യുമായിരുന്നു? നേരെ നബിയുടെ ഖബറിന്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് പറയും എന്ത്? അള്ളാഹുവിന്റെ റസൂലെ, മഴയില്ല, മഴ തരണം, അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. ഇതവിടെ സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയായിരുന്നു? കാരണം അദ്ദേഹമാണ് ഭരണാധികാരി. അള്ളാഹുവെ, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നമ്മൾ മുന്നേ ചോദിക്കാറുണ്ടായിരുന്നു, അവിടുന്ന് വഫാത്തായി, അതുകൊണ്ട് അവിടുത്തെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഇതാ നിന്നോട് ചോദിക്കുന്നു എന്നാണ് പിന്നെ ചോദിക്കേണ്ടിയിരുന്നത്. അതും ചോദിച്ചില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ആ രണ്ട് രൂപവും തെറ്റാണ് എന്ന് മനസ്സിലായി. കാരണം സ്വഹാബത്ത് ഏറ്റവും നല്ലതേ ചെയ്യുകയുള്ളൂ. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ് അവർ ചെയ്തത്. അനുവദിച്ച ഒരു മേഖല തെരഞ്ഞെടുത്തു, അനുവദിക്കാത്തത് അവർ ഉപേക്ഷിച്ചു. അതിലാണ് നമുക്ക് മാതൃകയുള്ളത്. അനുവദനീയമായ സഹായ നേട്ടം നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. പലരും സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യും? കൂടിക്കലർത്തി ആളുകൾക്ക് വസ്വാസ് ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ ചോദിക്കും. ഭാര്യയോട് വെള്ളം ചോദിച്ചാൽ ശിർക്കാണോ? ഡോക്ടർ അടുത്ത് പോയാൽ ശിർക്കാവുമോ? ചികിത്സിച്ചാൽ ശിർക്കാകുമോ? ഒരാളോട് കടം ചോദിച്ചാൽ ശിർക്കാകുമോ? ഇതൊന്നും ശിർക്കല്ല. എന്തുകൊണ്ട് ശിർക്കല്ല? ഇതൊക്കെ അള്ളാഹു അനുവദിച്ച ഒരു കാര്യകാരണ ബന്ധമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഭാര്യ വീട്ടിലുള്ളപ്പോഴാണ് അവളോട് വെള്ളം ചോദിക്കാം? ഭാര്യ വീട്ടിലില്ലെങ്കിൽ ചോദിക്കോ? ഇല്ല. എന്തുകൊണ്ട് ചോദിക്കൂല? ഭാര്യ കേൾക്കൂല, ഉത്തരം നൽകൂല. ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നമ്മൾ ചികിത്സിക്കും. ഡോക്ടറെ, ഇത് ഷിഫാക്കി തരണേ എന്ന് നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. ഷിഫാ നൽകേണ്ടവൻ അള്ളാഹുവാണ്. ഇനി നമ്മൾ രോഗം വന്നാൽ ഡോക്ടറെ അടുത്താണ് പോകും, എഞ്ചിനീയർ അടുത്ത് പോവോ? ഇല്ല. കാരണം അയാളത് പഠിച്ചത് കൊണ്ട് അയാളെടുത്ത് പോകും. ഒരാളോടൊരു ആവശ്യത്തിന് കടം ചോദിക്കുന്നു, അയാളടുത്ത് ഉള്ളതുകൊണ്ടാണ് ചോദിക്കുക. ഒരു ചെറിയ കുട്ടിയോട് പോയി ചോദിക്കോ, ഒരു 1000 രൂപ കടന്നോട്ടെ? ഇല്ല, ചോദിക്കൂല. കാരണം എന്താ? ആ കുട്ടീൻ്റെ അടുത്ത് അതില്ല. ഇനി നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരാൾ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കോ, നിങ്ങൾ പണ്ട് കുറെ പൈസ തന്നിരുന്നല്ലോ, ഇപ്പൊ അർജന്റായിട്ട് ഒരു 5000 രൂപ വേണം എന്ന് മരിച്ച ഒരാളടുത്തും പോയി ചോദിക്കാറില്ല. അല്ലെങ്കിൽ ജീവൻ ഉണ്ടായിക്കോട്ടെ, അദ്ദേഹം ഗൾഫിലാണെന്ന് വിചാരിക്കാം, നമ്മൾ ഇവിടുന്ന് ഫോൺ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, അല്ലാണ്ട് ഇവിടുന്ന് ചോദിക്കോ, ഒരു 5000 രൂപ പോട്ടെ, വേഗം നോട്ടെ, അർജന്റാണ്? ഇല്ല. കാരണം അദ്ദേഹം കേൾക്കുകയില്ല, ഉത്തരം നൽകുകയില്ല, ഒരു കാര്യകാരണ ബന്ധം അവിടെയില്ല. ഇത് ദുനിയാവിലുള്ള ആളുകളുടെ അവസ്ഥയാണിത്. അപ്പൊ പിന്നെ വഫാത്തായി പോയാൽ എന്തായിരിക്കും? ഒരാൾ ദുനിയാവിൽ തന്നെ ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. അവിടുത്തെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ല. ശരിയാണ്, നബിമാരുടെ ശരീരങ്ങൾ ഭൂമി ഭക്ഷിക്കുകയില്ല. അതിനർത്ഥം അവരോട് പ്രാർത്ഥിക്കാം, അവരോട് ഇസ്തിഗാസ ചെയ്യാം എന്നല്ല. അതിന് തെളിവുണ്ടോ? അതതിന് തെളിവാണോ? ഒരിക്കലുമല്ല. അത് അള്ളാഹു അവർക്ക് നൽകുന്ന ആദരവാണ്. അതുകൊണ്ടല്ല അവർ നബിമാരായത്. നബി നമ്മളെ പോലത്തെ മനുഷ്യന്മാരാവൂലേ? അവർക്കുള്ള പ്രത്യേകതകളാണത്. അവർക്ക് വഹി ഇറങ്ങുന്നു, അവർ മലക്കുകളോട് സംസാരിക്കുന്നു, ഒരു വേള അള്ളാഹുവിനോട് സംസാരിക്കും. അവർ മരണപ്പെടാൻ അവരുടെ വഫാത്തിന്റെ സമയമായാൽ അള്ളാഹു ചോദിക്കും, തിരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കും. ഇപ്പൊ വേണോ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് വേണോ?
എന്നൊക്കെ ചോദിക്കും. അവർക്ക് മുഅ്ജിസത്തുകൾ ഉണ്ടാകും, അവർക്ക് പരീക്ഷണങ്ങൾ കടുക്കും, അതിനനുസരിച്ച് പ്രതിഫലങ്ങൾ കടുക്കും. അതുപോലെ അവർക്ക് മരണാനന്തരം അവരുടെ വഫാത്തിന് ശേഷം അവരുടെ ശരീരം മറ്റുള്ളവരെ പോലെ നുരുമ്പിപ്പോവുകയില്ല. ഇതൊക്കെ നബിമാർക്കുള്ള പ്രത്യേകതകളാണ്. പിന്നെ നമ്മൾ ഒരുപോലെ അല്ലേ? ഇതൊക്കെ അവർക്ക് അള്ളാഹു നൽകുന്ന ആദരവുകളാണ്. അതൊന്നും അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, നസാറാക്കൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? അഡ്രസ്സുള്ള ആളുകളെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിന് ജാഹുണ്ട്, സ്ഥാനമുണ്ട് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ മുസ്ലിമീങ്ങളായോ? ഇല്ല. മറിയം റളിയല്ലാഹു അൻഹ, അവരുടെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. ലോകരിൽ അള്ളാഹു ആദരിച്ച വനിതയാണവർ റളിയല്ലാഹു അൻഹ. അവരെയാണ് നസാറാക്കൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. പാടുണ്ടോ? ഇല്ല, പാടില്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ അള്ളാഹുവിന്റെ നബിയാണെന്ന് ഉറപ്പുള്ള, അള്ളാഹുവിന്റെ വലിയാണെന്ന് ഉറപ്പുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എങ്കിൽ പിന്നെ അതിന് താഴെയുള്ള ആളുകളെ പാടില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പണ്ഡിതനാണ്, വലിയ ആലിമാണ്. അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖയെ കാക്കണേ. മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ആ വിളി മനസ്സിലാവൂല. കാരണം എന്താ? അദ്ദേഹം ബഗ്ദാദുകാരാണ്, അറബിയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള കാലത്താണ് ഒരാൾ മൊയ്തീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേൾക്കാന്നല്ലാതെ നേർക്ക് നേരം പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ചോദിച്ചെന്താന്ന് തിരിയൂല. അദ്ദേഹം അറബിയാണ്. ബഗ്ദാദിലുള്ള അദ്ദേഹം അവിടെ വഫാത്തായി. ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ അദ്ദേഹം കേൾക്കും എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ. നേരത്തെ നമ്മൾ കേട്ടില്ലേ, ബദരീങ്ങൾ അത്യാസന്ന ഘട്ടത്തിൽ വിളിച്ചതാരെയാണ്? അള്ളാഹുവിനെയാണ്. അവർ നമ്മുടെ നേതാക്കന്മാരാണ്. നേതാക്കന്മാരെ നമ്മൾ അനുസരിക്കണം, അംഗീകരിക്കണം. അപ്പൊ അവർ കാണിച്ചു തന്നത് ആരെ വിളിക്കാനാണ്? അള്ളാഹുവിനെ വിളിക്കാനാണ്. അപ്പൊ നമ്മൾ ആരെ വിളിക്കണം? അള്ളാഹുവിനെ വിളിക്കണം. നമ്മുടെ ആളുകൾ എന്താ ചെയ്യുന്നത്? ബദരീകൾ അള്ളാഹിനെ വിളിച്ചോട്ടെ, പക്ഷെ നമ്മൾ ബദരീങ്ങളെ വിളിക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, എന്തൊരു ധിക്കാരമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളോട് കാണിക്കുന്ന ധിക്കാരമല്ലേ ഇത്? ബദറിൽ അത്രയും പ്രയാസമുള്ള സമയത്ത് അള്ളാഹുവിനോട് അവർ ഇസ്തിഗാസ ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്ത്. എത്ര വ്യക്തമാണെന്ന് നോക്കൂ നിങ്ങൾ. ദുആ ചെയ്തു എന്നല്ല, ഇസ്തിഗാസ ചെയ്തു എന്നാണ്. നമ്മുടെ ആളുകൾ പറയുന്നത് എന്താണ്? ഇസ്തിഗാസ അത് ബദരീങ്ങളോട്, പ്രാർത്ഥന അള്ളാഹുവിനോട്. ഇസ്തിഗാസ ബദരീങ്ങൾ അള്ളാഹുവിനോടാണ് കാണിച്ചു തന്നത്, അത് പ്രാർത്ഥനയാണ്. എന്നാൽ അവിടെ നിന്നൊക്കെ ഇപ്പൊ വിട്ടു. ഈ അടുത്ത കാലത്ത് വലിയൊരു നേതാവ് പറഞ്ഞെന്താണ്? മർക്കസിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, എന്താണ് ആ വാക്ക് നോക്കൂ നിങ്ങൾ. ഒരു അത്യാസന്ന ഘട്ടത്തിലെത്തിയപ്പോൾ നമ്മൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ്. ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ പറയുകയാണ്. ഇത് കാലക്രമേണ തുറന്നു പറയുകയാണ്. കാരണം ഉള്ളിലുള്ള ഇതാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഒരുപാട് മൗലിദിന്റെ വരികളുണ്ട്. ഇതൊക്കെയാണ് വിശ്വാസം. അത് ഇടക്കിടക്ക് പുറത്തേക്ക് വരും. അത് പ്രാർത്ഥനയാണെന്നും അത് ഇസ്തിഗാസ ആണെന്നും അത് ഷിർക്കാണെന്നും ഒക്കെ ഈ പഠിച്ച ആളുകൾക്കറിയാം. സാധുക്കളായ സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല എന്ന് മാത്രം. അവർക്കറിയാം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ദുആ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ എന്താണോ അള്ളാഹു വിലക്കിയത് അതേ കാര്യം തന്നെയാണ് ഇത് എന്നവർക്കറിയാം. പക്ഷെ അവർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, എത്ര ഗുരുതരമായ അപകടമാണെന്ന് നോക്കൂ. അറിഞ്ഞും അറിയാതെയുമാണ് പല ആളുകളും ഇതിൽ ചെന്ന് പതിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരു ഉസ്താദിനോട് ഒന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കാറുണ്ടോ? ഇസ്തിഗാസ പ്രാർത്ഥന എന്ന ദുആവാണോ അല്ല പ്രാർത്ഥന ആവാത്ത ദുആവാണോ എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ
അയാൾ ദുആർക്കാണ് ചെയ്യാറുള്ളത്. അവിടെ ദുആ രണ്ട് രൂപത്തിലുണ്ടെന്നോ, ദുആ ഇസ്തിഗാസയാവും അല്ലെങ്കിൽ ഇബാദത്താവൂല, സാധാരണ തേട്ടാവും, ഇതൊന്നും ചോദിക്കാറില്ല. അപ്പൊ അവർക്ക് തന്നെ അറിയാം എന്താണ് ഇത്തരം ചോദ്യങ്ങൾ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. എനിക്ക് പാപങ്ങൾ പൊറുക്കാൻ, എന്റെ പ്രയാസങ്ങൾ നീങ്ങാൻ, എന്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ അള്ളാഹുവിനോട് ചോദിക്കണം. സഹോദരങ്ങളെ, ഇതാണ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക എന്നുള്ളതാണ് ഇസ്തിഗാസയുടെ കാതൽ. പിന്നെ അതിന്റെ പരിധിയിൽ വരുന്ന ഈ സഹായ തേട്ടങ്ങളൊക്കെ സൃഷ്ടികളോട് അള്ളാഹു അനുവദിച്ചത് ഈ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ്. എന്താണ് കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ? കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ നേരിട്ട് ഇവിടെ ഉണ്ട്, ഇതാണ് കാര്യകാരണ ബന്ധം. ഇനിയിപ്പോ ഞാനിവിടെ ഇല്ലാന്ന് വിചാരിക്കാം, എന്നെ ഫോൺ ചെയ്താൽ എന്താണ്? അതൊരു കാര്യകാരണ ബന്ധമാണ്. അതിലൊരു മെസ്സേജ് അയച്ചു, ഒരു ബന്ധം, അതാണ് ഈ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം വേണം ഒരാൾക്ക് പരസ്പരം ചോദിക്കാനും പറയാനും ഒക്കെ. ഇതൊന്നില്ലാത്ത ഒരവസ്ഥയിൽ ഒരാൾക്കും വിദൂരത്ത് നിന്ന് കേൾക്കാനോ കാണാനോ അറിയാനോ സാധിക്കുകയില്ല. അങ്ങനെ ഒരാളെ കുറിച്ച് വിശ്വസിച്ചാൽ, അത് ജീവനുള്ള ആളാവട്ടെ മരണപ്പെട്ട ആളാവട്ടെ, അങ്ങനെ ഒരാളെ കുറിച്ച് വിശ്വസിക്കൽ ശരിയല്ല. അത് ഒരാൾ ഷിർക്കിലേക്ക് എത്തിപ്പോകും. നിങ്ങൾ നോക്കൂ, മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? ബല്ലേ നീലെത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നവർ. എവിടെ നിന്ന് വിളിച്ചാലും വായി പൂട്ടുന്നതിന് മുന്നേ ഉത്തരം ചെയ്യുന്നവർ. ഇത് അള്ളാഹുവിനെ കുറിച്ച് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പ്രാർത്ഥിച്ചാൽ ശൂന്യമായി മടക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വായി പൂട്ടുന്നതിന് മുന്നേ ഉത്തരം നൽകാമെന്ന് അള്ളാഹു പോലും നൽകാത്ത ഓഫറാണ്. അതാണ് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ആളുകൾ പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല, ഇതൊന്നും അദ്ദേഹം പറഞ്ഞതല്ല. അതുപോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകം എന്നോവർ. ഒരു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ എപ്രകാരം ഒരാൾ കാണുന്നുവോ അതുപോലെ നിങ്ങളുടെ ഹൃദയം ഞാൻ കാണുമെന്നാണ് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത് എന്നാൽ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഹൃദയം കാണാൻ ഇന്നഹു അലീമും ബിദാത്തി സുദൂർ എന്ന അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതേ കാര്യം മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ഒരാൾ വിശ്വസിച്ചാൽ, അതേ കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിച്ചാൽ, അതേ കാര്യം അള്ളാഹു അല്ലാത്ത ആരെ കുറിച്ച് വിശ്വസിച്ചാലും അത് തെറ്റാണ്, അത് ശിർക്കാണ്. സഹോദരങ്ങളെ, ഈ തവസ്സുലും ഇസ്തിഗാസയും അതിന്റെ ശർഈയായ രൂപത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അതല്ലാത്ത രൂപത്തിൽ ഒരിക്കലും ഇത് നമ്മൾ പ്രാവർത്തികമാക്കരുത്. അതാണ് മക്കയിലെ മുശ്രിക്കുകൾക്ക് സംഭവിച്ച അപകടം. നിങ്ങൾ വിചാരിക്കും, ഈ പറഞ്ഞ ബദരീങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മഹാന്മാരെയും മുഹീദ്ദീൻ ശൈഖിനെയും ഒക്കെ നമ്മൾ കുറ്റം പറഞ്ഞതാണോ? ഒരിക്കലുമല്ല. അവർ പഠിപ്പിച്ചതാണ് നമ്മളിപ്പോ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു എന്ത്? തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ബിംബങ്ങളും വിഗ്രഹങ്ങളും പാടില്ല. അതേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബിംബം കഅബയുടെ ഉള്ളിൽ കൊണ്ടുവച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നീക്കം ചെയ്തു, പൊളിച്ചു കളഞ്ഞു. അത് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ്. എന്നതുപോലെ ബദരീകൾ പഠിപ്പിച്ച ആദർശമാണെന്ത്? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം ബദർ ഉണ്ടായത് എന്തിനാണ്? അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളുമായിട്ടാണ് ആ പോരാട്ടം ഉണ്ടായത്. എന്താണ് മക്കയിലെ മുശ്രിക്കുകളുടെ വാദം? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അവരോട് ചോദിച്ചാൽ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളെ നിങ്ങൾ എന്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വയഖൂലൂൻ, അവർ പറയും. ഈ അവരാരാണ്? തഫ്സീറുകളിൽ കാണാം, മക്കയിലെ മുശ്രിക്കുകളാണ്. ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഈ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശക്കാരാണ്. നമ്മൾ ഇവരോട് പറയും, അഥവാ നമുക്കൊരു പ്രയാസം ഉണ്ടായാൽ, റസൂലെ, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ കാണുന്നില്ലേ, നമുക്ക് വാങ്ങിത്തരണം എന്ന് പറയും. അല്ലെങ്കിൽ ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് നമ്മൾ പറയും. അവർ അള്ളാഹുവിനോട് പറയും, എന്നിട്ട് നമുക്ക് വാങ്ങിത്തരും.
ഇതാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ വാദം. ഇതാണ് നമ്മുടെ നാട്ടിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ ആരെയൊക്കെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ലാത്ത. ആരാണ് ലാത്ത? ലാത്ത ഒരു സാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഹാജിമാർ മക്കയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു പ്രത്യേകതരം പായസം, ഒരു ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാറുണ്ടായിരുന്നു. ഉദാരനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹം ചവിട്ടി നിന്ന ആ കല്ല്, അതിനെ ഇവരെന്ത് ചെയ്തു? ആദരവ് എന്ന പേരിൽ ആരാധിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ ഖബർ ആരാധിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ലാത്തയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതുപോലെ മനാത്തെ ഉണ്ടായിരുന്നു, അതുപോലെ ഉസ്സയുണ്ടായിരുന്നു. അത് മരവും കല്ലും ഒക്കെ ആയിരുന്നു എന്ന് കാണാം. അതുപോലെ ഹുബുൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ അവർക്കുണ്ടായിരുന്നു. അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന, അദ്ദേഹം വരുമ്പോൾ വഫാത്തായിരുന്ന ആ നാട്ടുകാർ ആരാധിച്ചിരുന്ന വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ, ഇവരൊക്കെ ആരാണ്? മഹാന്മാരാണ്. ഇവരൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. ഇവരോടൊക്കെ ഇസ്തിഗാസ ചെയ്തിരുന്നു മക്കയിൽ അബൂജഹൽ അടക്കമുള്ള ആളുകൾ. അപ്പൊ അവരോട് ചോദിച്ചാൽ നബിയെ അവരിതാണ് ഉത്തരം പറയുക, ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, ഖുൽ, നബിയെ അവരോട് തിരിച്ചു ചോദിക്കാം. ഇത് നമ്മളും ചോദിക്കേണ്ട ചോദ്യമാണ്. അവർ നമ്മുടെ ശുപാർശകരാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കാൻ പറഞ്ഞാണ് ഇന്നത്തെ ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്. എന്താ ചോദിക്കാനുള്ളത്? അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിന് അറിയിച്ചു കൊടുക്കുകയാണോ എന്ന് പറഞ്ഞാൽ, എന്റെ ഒരു വിഷമം ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പറയേണ്ട ഒരു ദുരവസ്ഥയുണ്ടോ എന്നാണ് അള്ളാഹു ചോദിച്ചത്. അങ്ങനെ ഉണ്ടോ? അള്ളാഹുവിന് അറിയാത്ത എന്ത് കാര്യങ്ങളാണുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ PA നെ കാണണം, എന്നിട്ട് സമയം ചോദിക്കണം, എന്നിട്ട് പോയിട്ട് കാര്യങ്ങൾ പറയണം. അള്ളാഹു ഇങ്ങനെയാണോ? അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളത് അറിയുന്നു. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ജീവിതത്തിലുള്ള ഏത് കാര്യവും അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ്. നമ്മുടെ ആവലാദികളും വേവലാദികളും പ്രയാസങ്ങളും ഒക്കെ അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം, ഒരു ഇടയാളനും ആവശ്യമില്ല. എന്നാൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും MLA യും MP ഒന്നും അങ്ങനെയല്ല. അവർക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനോട് അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് അള്ളാഹു ചോദിച്ചത്. ആകാശഭൂമികളിൽ അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിന് അറിയിച്ചു കൊടുക്കണോ എന്ന് അവരോട് ചോദിക്കുക. ഇന്നും ചില ആളുകൾ ഒന്ന് പ്രസംഗിക്കും, നമ്മൾ നേരിട്ട് പോയാൽ കിട്ടുമോ, നമ്മൾ ആളുകളോട് ചോദിച്ച് അവർ പറഞ്ഞ് അങ്ങനെ നമുക്ക് വാങ്ങിത്തരുന്നതല്ലേ, നേർക്ക് നേരെ പോകാനാണോ പറയുന്നത്, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറയൽ എന്താണ്, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. അങ്ങനെയാണ് ഉള്ളത്. അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ പറയുന്ന വാദം അബൂജഹൽ പറഞ്ഞ വാദമാണ്. അവർ നമ്മുടെ ശുപാർശക്കാരാണ് എന്ന്. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ ഈ ചെയ്യുന്ന ഷിർക്കിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. ഈ പറയുന്നത് ഷിർക്കാണ് എന്നാണ്. ഈ ആളുകൾ മഹാന്മാർ നമ്മുടെ ശുപാർശകരാണ് എന്ന് പറഞ്ഞ് തവസ്സുൽ എന്ന പേരിൽ, ഇസ്തിഗാസ എന്ന പേരിൽ അവരെ വിളിച്ച് തേടുന്ന ആ തേട്ടം ഷിർക്കാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. തൗഹീദാണ് എന്നല്ല, സുന്നത്ത് ജമാഅത്താണ് എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്നല്ല. ഇത് അള്ളാഹു ഷിർക്കാണ് എന്നാണ് പറഞ്ഞത്. ഇനി അതാ അള്ളാഹു മറ്റൊരായത്തിൽ പറയുന്നു, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ അവർ പറയും, നമ്മൾ അവരെ ആരാധിക്കുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിലേക്ക് അവർ നമുക്ക് സാമീപ്യം നേടിത്തരാനാണ്. നമുക്ക് നേർക്ക് നേരെ പോകാൻ പറ്റൂല. അപ്പോ ഈ ആളുകൾ മുഖേന നമ്മൾ പോകും. അതാണ് ചില ആളുകൾ പറയാറുള്ളത്. ചില സൂഫികൾ എന്ന പേരിൽ ഒരു മുറബ്ബിയായ ഷെയ്ഖ് വേണം, എന്നിട്ട് ആ ഷെയ്ഖിന്റെ ത്വരീഖത്തിൽ ചേരണം, എന്നിട്ട് ആ ഷെയ്ഖ് മുഖേന നമ്മൾ അള്ളാഹുവിലേക്ക് എത്തണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ,
നേർക്ക് നേരെ അള്ളാഹുവുമായുള്ള ബന്ധം ഇത്ര അടുത്ത് അള്ളാഹു നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടും അത് മുറിക്കുകയാണ്. എന്നിട്ട് ഇവരിലൂടെ അള്ളാഹുവിലേക്ക് എത്തണം എന്ന ഒരു ദുരവസ്ഥയാണ് നമുക്ക് അവർ സമ്മാനിക്കുന്നത്. അള്ളാഹു പറയുന്നു, നോക്കൂ, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയിലായ ആ കാര്യത്തിൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. കാദിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവൻ, കള്ളൻ എന്നാണ് അർത്ഥം. കഫാർ എന്ന് പറഞ്ഞാൽ നിഷേധി, നന്ദി കെട്ടവൻ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. ഈ വാദം പറയുന്നവർ കളവ് പറയുന്നവരാണ്, നന്ദി കെട്ടവരാണ്, നിഷേധികളാണ്. നോക്കൂ സഹോദരങ്ങളെ, തവസ്സുൽ, ഇസ്തിഗാസ, ഈ തെറ്റിദ്ധാരണയുടെ പേരിൽ ഷിർക്കിലേക്ക് അകപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു നൽകിയ പേരുകളാണ്. അവർ ഷിർക്ക് ചെയ്യുന്നവരാണ്, അവർ കാദിബുകളാണ്, കളവ് പറയുന്നവരാണ്, അവർ നന്ദി കെട്ടവരാണ്, നിഷേധികളാണ് എന്നൊക്കെ നമ്മളല്ല പറയുന്നത്, അള്ളാഹുവാണ്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, നിങ്ങൾ മുശ്രിക്കാക്കല്ലേ, ആളെ ഇസ്ലാം ഒന്ന് പുറത്താക്കല്ലേ. അല്ല സഹോദരങ്ങളെ, ഇസ്ലാമിൽ നിന്നും പുറത്തു പോവാതിരിക്കാനാണ് ഈ പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ദീനിൽ നിന്ന് പുറത്തു പോവാതിരിക്കാനാണ് ഇത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണോ, നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. അള്ളാഹു പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. എത്ര സമാധാനമാണ് സഹോദരങ്ങളെ അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിനോട് നമ്മുടെ ആവലാദികൾ ബോധിപ്പിക്കുക, നമ്മുടെ കാര്യങ്ങൾ പറയുക എന്നത് എത്ര മനോഹരമാണ്. ഒരു മധ്യവർത്തിയുമില്ലാതെ, ഒരാളോടും പറയാതെ അള്ളാഹുവിനോട് എൻ്റെ കാര്യം പറയുക എന്നുള്ളത്. നമുക്ക് നസാറാക്കൾക്കിടയിലാണ് കുംഭസാരമുള്ളത്. ആദ്യം അവിടെ പോയിട്ട് കുംഭസരിക്കണം എന്നാണ് അവരുടെ വിശ്വാസം. നമുക്ക് അങ്ങനെയില്ല. പാപം ചെയ്തോ, അള്ളാഹു പറയുകയാണ്, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത്? നിനക്ക് പ്രയാസമുണ്ടോ? അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ. കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഫയക്ഷിഫു സൂ, അവന്റെ ആ പ്രയാസം നീക്കാൻ ആരാണുള്ളത് അള്ളാഹു അല്ലാതെ എന്ന് ചോദിക്കുകയാണ്. എത്ര എത്ര ആയത്തുകളുണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൽ, ഒരുപാട് ആയത്തുകൾ. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, താഴ്മയോടെ വിനയത്തോടെ നിങ്ങൾ അള്ളാഹുവിനോട്, നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക എന്ന് പറയുകയാണ് അള്ളാഹു. ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതിന് പരിശുദ്ധ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ ധാരാളം തെളിവുകൾ കാണാം. ഈ ആളുകളോട്, ഇത്തരം അബദ്ധത്തിൽ വീണ ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള ഒറ്റൊരു ചോദ്യം ഇതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഒരു തെളിവ്, ഒരൊറ്റ തെളിവ്, ഒരൊറ്റ ആയത്ത്, അതല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും ബറക്കത്ത് കൊണ്ടും ചോദിക്കാൻ ഒരൊറ്റ തെളിവ്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ ഒരൊറ്റ തെളിവ്, ഖുർആനിൽ നിന്ന് ഒരു തെളിവ്. ബാക്കി പിന്നെ ആലോചിക്കാം. പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം വരുന്ന ആയത്തുകളിൽ നിന്ന് ഒരൊറ്റ ആയത്ത് ഖിയാമത്ത് നാൾ വരെ സഹോദരങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തവസ്സുൽ പറഞ്ഞിരുന്നു. അനുവദനീയമായത് നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്നു, അത് നമുക്ക് സ്വീകരിക്കാം. ഇസ്തിഗാസ അനുവദിച്ച കാര്യം നമുക്ക് സ്വീകരിക്കാം, തെറ്റില്ല. പക്ഷെ അള്ളാഹു അനുവദിക്കാത്ത, അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് തേടരുത്. അതിനുവേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മുടെ സ്വഹാബികൾ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചത്. നോക്കൂ, ഈ പറഞ്ഞ 2 വാദങ്ങളാണ് മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. ഇതല്ലാത്ത വേറെ വാദങ്ങളില്ല. പിന്നെ അള്ളാഹുവിനെ നിഷേധിച്ച ചില ആളുകളുണ്ടായിരുന്നു, പരലോകം നിഷേധിച്ച ആളുകളുണ്ടായിരുന്നു. ഇത് പാടില്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഉപദ്രവിച്ചത്. വേറൊന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. അവരോട് അധികാരത്തിന് ചോദിച്ചിട്ടില്ല, സമ്പത്തിന് ചോദിച്ചിട്ടില്ല, അവരോട് വല്ല കാര്യത്തിനും ഒന്നിനും ഭൗതികമായ ഒരു നേട്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല.
യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്നാണ് പറഞ്ഞത്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് വിജയിക്കാം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോഴാണ് അബൂ ലഹബ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, തബ്ബല്ലക്, നിനക്ക് നാശം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും തുടങ്ങി. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അഥവാ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. അവർ അല്ലാഹു അല്ലാത്തവരോട് ശുപാർശ നടത്തിയിരുന്നു, അവർ അല്ലാഹു അല്ലാത്തവരിലേക്ക് സാമീപ്യം തേടിയിരുന്നു. ഇതൊക്കെ നിർത്തിവെക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നും അതാണ് തൗഹീദിന്റെ ആളുകൾക്ക് പറയാനുള്ളത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പ്രബോധനം ചെയ്തത് അതാണ് നമുക്ക് പറയാനുള്ളത്. അതല്ലാത്ത മറ്റൊന്നും നമുക്ക് പറയാനില്ല. അത് പറയുമ്പോൾ സഹോദരങ്ങളെ, ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ പേടിക്കേണ്ടതില്ല. അള്ളാഹു നമ്മെ സഹായിക്കും. നമ്മുടെ പരലോകം അത് നമ്മൾ നന്നാക്കുക. നമ്മുടെ കൂടെ ഒരു ഉസ്താദ് നമ്മുടെ ഖബറിലേക്ക് വരികയില്ല. നമ്മെ പിഴപ്പിച്ച ഒരാളും നമ്മുടെ കൂടെ വരികയില്ല. നമ്മൾ ഒറ്റക്കാണ് ഖബറിൽ പോയി കിടക്കേണ്ടത്. നമ്മുടെ കൂടെ ഒരാളും വരികയില്ല. അതുകൊണ്ട് നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം നന്നാക്കാൻ, നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ, നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്. അതിന്റെ ഭാഗമാണിത്. ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെട്ടത് അതിനാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെട്ടത് ഈ വിഷയത്തിലാണ്. അബൂജഹലിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അമ്മാർ, യാസിർ, സുമയ്യ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരൊക്കെ ദീനിന്റെ, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പ്രയാസപ്പെട്ടത് ഇത് പറഞ്ഞതിന്റെ പേരിലാണ്. മക്കയിൽ നിന്ന് ഹിജ്റ പോവേണ്ടി വന്നത് ഇത് പറഞ്ഞതിന്റെ പേരിലാണ്. ബദർ ഉണ്ടായത്, ഉഹദ് ഉണ്ടായത്, ഖൈബർ ഉണ്ടായത്, അഹ്സാബ് യുദ്ധം ഉണ്ടായത്, അങ്ങനെയുള്ള ഇസ്ലാമിൽ അറിയപ്പെട്ട യുദ്ധങ്ങളൊക്കെ ഉണ്ടായത് പ്രിയമുള്ളവരെ ഈ തൗഹീദ് അതിന്റെ പേരിലാണ്. അത് സ്ഥാപിക്കാനാണ്. എത്ര വലിയ കാര്യമാണിത്. കേവലം ഒരു കൈകെട്ടുന്ന മസ്അല പോലെയുള്ള ഒരു മസ്അല അല്ല ഇത്. ഇത് അഖീദയാണ്. ഒരാൾക്ക് അങ്ങനെ ചെയ്യാം, ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെയല്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് വിശാലമായ വിഷയമാണിത്. ഈ പറഞ്ഞ വിഷയം, ദുആ, സഹായതേട്ടം, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വിശാലമായ വിഷയമാണ്. പക്ഷെ അത് വളരെ എളുപ്പമാണ്. ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഇതിലെ പ്രമാണങ്ങൾ. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അവ്യക്തതയുമില്ല. കാരണം അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹുവാണ് റബ്ബ്, അവനാണ് സ്രഷ്ടാവ്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. ഏത് സാഹചര്യത്തിലും കടലിനടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചപ്പോൾ അള്ളാഹു കേട്ടു ഉത്തരം നൽകി. അള്ളാഹു ആ വിളി കേട്ടു ഉത്തരം നൽകി. ഒരു തടസ്സവുമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതാണ് അചഞ്ചലമായ വിശ്വാസം. ഏത് ഇരുട്ടിലും അള്ളാഹുവേ എന്ന് വിളിക്കാം. ഒരു പേടിയും പേടിക്കേണ്ടതില്ല. അള്ളാഹു സഹായിക്കാൻ മുന്നിൽ തന്നെയുണ്ട്. അതാണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപത്ത് തന്നെയുണ്ട്. നബിയെ പറയൂ എന്ന് പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല. ഞാൻ സമീപത്ത് തന്നെയുണ്ട്. 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള അള്ളാഹു അവന്റെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും സൃഷ്ടികളോട് സമീപത്ത് തന്നെയാണ്. അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അറിയുന്നു. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു അചഞ്ചലമായ വിശ്വാസമാണ് നമ്മെ ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുത്തുക. നമ്മുടെ പരലോകം നന്നാവാൻ നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് ഇതാണ്. ഇത് ശരിയായാൽ ബാക്കിയുള്ളതൊക്കെ അള്ളാഹു നമുക്ക് ശരിയാക്കി തരും. ഈ കാര്യങ്ങൾ ശരിയാക്കി നമ്മുടെ ജീവിതം നന്നായി ക്രമീകരിച്ച് അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. സ്വർഗത്തിന്റെ താക്കോൽ അത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അതിന് എതിര് നിൽക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മരണം വരെ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅ്ലാ വ അഅ്ലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.